നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് നമ്മളെ തനി ചർച്ചാവേദിയുടെ ഒരു പരിപാടിയാണ്. അതിനകത്ത് വിജയ ഉണ്ണികൃഷ്ണന്റെ ഒറ്റയാൾ നാടകം. അത് വളരെ കാലിക പ്രസക്തമായ വിഷയമാണ്. നാടകം 40 മിനിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിയുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരു സൂചന എന്ന നിലയിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഗ്രന്ഥകേരളയിൽ കുട്ടികൾക്കായി നടത്തിയ ഒരു കളിക്കൂട്ടം ക്യാമ്പും മറ്റ് വിശേഷങ്ങളുമുണ്ട്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഒറ്റയാൾ നാടകവും മരുന്ന് അറിവുമായി ഉരിയാട്ടം. കാക്കോലിൽ തനി ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റയാൾ നാടകവും മരുന്ന് അറിവ് ബോധവൽക്കരണവും നടന്നു. നീരാവിൽ നാം അവതരിപ്പിച്ച KR രമേശ് രചിച്ച PJ ഉണ്ണികൃഷ്ണൻ ഏകപാത്രമായ കാൺമാനില്ല നാടകമാണ് വീട്ടുമുറ്റത്ത് അവതരിപ്പിച്ചത്. ഫാർമസിസ്റ്റ് സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ തങ്കച്ചൻ വിശ്വനാഥൻ മരുന്ന് അറിവ് ക്ലാസ്സെടുത്തു. കവി ശശിധരൻ കുണ്ടറ അധ്യക്ഷത വഹിച്ചു. നിസാർ അഹമ്മദ്, KG ബാബു, ഉപമ, ശശി ജോർജ്, NS മണി, റെനി ലോറൽ, RC ബോസ്, സാജോ പനയങ്കോട്, കൊമ്പളം ജോണി, MG സുനിൽകുമാർ, വിൽസൺ ജോൺ എന്നിവർ സംസാരിച്ചു. ജാതി മരത്തിനോടെന്തോ പിറുവിരുത്തുകൊണ്ട് പിന്നെ കണ്ടില്ല. എടാ ജോസൂട്ടി,
മോളെ കുഞ്ഞേ, ഇത് ഞാനാ, വീടെ ചാച്ചനാ. ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കുന്നു. എന്റെ ഉണ്ണീശോയെ, നീ മണ്ണിനകത്തുണ്ടെന്ന് എനിക്കറിയണം. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ, എന്റെ കയ്യിലോട്ടൊന്ന് ഇറങ്ങി വന്നാട്ടെ എന്റെ ഉണ്ണീശോയെ. ഇങ്ങനെ കളിപ്പിക്കാതെ മോളെ, മോളെ ചാക്കനിക്ക് കപ്പപ്പുഴ കൊണ്ടാക്കി തടി. എടാ ജോസൂട്ടി, എടാ നീ പോരുമ്പോഴേ ആ കേശവന്റെ ചായക്കടയിൽ നിന്ന് ഒരു പരിപ്പൂട വാങ്ങിച്ചോണ്ട് വരണേ. പരിപ്പൂട ഞാൻ കൊതിയായിട്ടാ. ജോസൂട്ടി ഹൈദരാബാദ് ഇത് മേടിച്ചോണ്ട് വന്ന മുന്തിയേനം പട്ടിയാണ്. പക്ഷെ ഈ പട്ടിയുടെ കൊല കേൾക്കുമ്പോ എനിക്ക് നാടകത്തിലെ പട്ടി കുരയ്ക്കുന്നത് പോലാ തോന്നുന്നില്ലേ? അയ്യോ, അയറിനും ഇഞ്ചിക്കും മഞ്ഞളിനും ഇടകളക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നു. കള പറിക്കാനൊന്നും ഇപ്പോഴാരെയും കിട്ടത്തില്ല. പിള്ളേരൊക്കെ എന്ന് നാട് വിട്ടു പോവല്ലയോ, മണ്ണു പറ്റും. ജോസൂട്ടി, ഇത് ഞാനാണോ നിന്റെ ചാച്ചൻ? ഈ ജോസൂട്ടിക്കും കുഞ്ഞുവാർക്കും മേഴ്സിക്കും ഒക്കെ എന്നെ കാണാം, എല്ലാവർക്കും എന്നെ കാണാം. എന്നിട്ടേ എന്നെ കാണാനില്ലെന്ന് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുത്തിരിക്കുക. എന്നെ കാണാനില്ലെന്ന്, എന്നെ കാണാനില്ല, എന്നെ കാണാനില്ല, എന്നെ കാണാനില്ല, എന്നെ കാണാനില്ല, എന്നെ എന്റെ ഉണ്ണീശോയെ, ഇളക്കം തട്ടാത്തോണ്ടാന്നോ? ഇളക്കം തട്ടാത്തോണ്ടാന്നോ? ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. പെരുമളെ, ചാച്ചന്റെ മുഖത്തൊട്ടൊന്ന് നോക്കിയേ, സൂക്ഷിച്ച്. ചാച്ചനെ കണ്ണല്ലെന്ന് മുഖത്ത് നോക്കി പറയാതെ. പാപമാ, ദോഷമാ, അല്ലെങ്കിൽ ഈ കളിമണ്ണിനോട് ചോദിച്ചു നോക്ക്. കണ്ണടച്ചിരുട്ടാക്കുന്നത് പാവമല്ലെന്ന്, കണ്ണടച്ചിരുട്ടാക്കുന്നത് പാവമല്ലെന്ന്. എന്നിട്ടും എന്റെ ഉണ്ണീശോ എന്റെ കൈക്ക് പാകമായി വരുന്നില്ലല്ലോ. 2 2 2 4 3 2 6 4 2 8 എന്ന് പറഞ്ഞ പോലെ എന്റെ കൈ വെള്ളം കിടന്നിട്ടാണ് പണം പഠിച്ചത്. ഉണ്ണീശോയെ ഉണ്ടാക്കാൻ എന്നിട്ടിപ്പൊ പറ്റുന്നില്ല. പോയി വീട് 3 നിലയാ.
3 നിലയാ, 20-22 മുറികളുണ്ട്. എല്ലാം തണുപ്പിക്കാവുന്നതാണ്. അനഞ്ഞ മണ്ണിന്റെ മണമായ എന്റെ ശരീരത്തിലെന്നതാണ് എന്റെ ഇപ്പോഴത്തെ കുറ്റം. അവന്റെ അതിഥികളെ വീട്ടിൽ വരുമ്പോ വലിയ വീടിന്റെ തിണ്ണയിൽ ഞാനിരിക്കുന്നത് അവര് പോക്കണം ചെയ്യണം. ആരെങ്കിലും മുറ്റത്ത് കൊണ്ട് കാറ് നിർത്തിയ അവർ കണ്ണുകൊണ്ട് തെങ്ങിനെ കളിച്ചു. വീടിന് പുറകിലോട്ട് പോകാൻ, വേഗം വീടിന് പുറകിലോട്ട് പോകാൻ. ഈ വയസ്സ ശരീരം ഞാൻ നടന്നു പറയുമ്പോ അറിയാവുന്നവരെന്നെ കാണും. ചിലരെന്നെ പുറവിന്ന് വിളിക്കും. ഒന്ന് നിന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. തിരിഞ്ഞു നോക്കാതെ ഞാനങ്ങ് നടക്കും. നമ്മളായിട്ട് എന്തിനാ ഒരു പോക്കണെങ്കിൽ പോറ്റാൻ വേണ്ടി കളിമണ്ണ് കുഴച്ച് ജീവിച്ചതായി ശരീരം. കളിമണ്ണ് കൊണ്ട് കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളെ ഉണ്ടാക്കി ക്ഷീണിച്ചതാ ദേവസ്യാച്ചൻ. കളിമണ്ണ് ദേവസ്യാച്ചൻ. കളിമണ്ണ് കൊണ്ട് കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളെ ഉണ്ടാക്കുന്നവൻ. കളിമണ്ണ് കച്ചവടക്കാരൻ. കളിമണ്ണ് വ്യാപാരി. കളിമണ്ണ് കൊണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കുന്നവൻ. കളിമണ്ണ് വ്യാപാരി. ചെടിച്ചട്ടിയുടെ ചോട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചെടിക്ക് വളമിടുവാനും. പിന്നെ കണ്ടില്ല. അങ്ങനെ കുറേശ്ശെ എന്നെ അവര് കാണാനില്ലാതാക്കി. ആ റബ്ബർ മരങ്ങൾക്കിടെ നിപ്പുണ്ടായിരുന്നു. ബസ് കയറി പോകുന്ന കണ്ടായിരുന്നു. അങ്ങനെ കുറേശ്ശെ എന്നെ അവര് കാണാനില്ല. അയ്യോ, ഉടുപ്പ് കിടക്കുന്നിടത്ത് വെയിലില്ലല്ലോ. ഇവിടെ കുറച്ച് വെയിലുണ്ട്. പോക്കറ്റിന്റെ ഭാഗം ഉണങ്ങുന്നുണ്ട്. അതെ, ഉള്ളിലെ തീ അയാള് വരുന്നതിന്റെ ലക്ഷണമായിട്ട് വടക്ക് നിന്ന് കിഴക്കോട്ട് കാറ്റ് വീശി വന്നു. പക്ഷെ കാറ്റിന്റെ ലക്ഷണമൊന്നും കാണാനില്ലല്ലോ. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, വിളംബര നാടിന്റെ വിശ്വസ്ത നാമമായ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ ഈ വരുന്ന ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ചിന്നൂസ് വാർഷികാഘോഷം. ഗംഭീര ഓഫറുകൾ, ഗംഭീര സമ്മാനങ്ങൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടുസാരി, ചുരിദാർ സമ്മാനം. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ഓഫർ ദിനങ്ങളിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 11 സ്വർണ്ണ മോതിരങ്ങൾ നേടുവാനുള്ള സുവർണാവസരം. 5 പവനിൽ തുടങ്ങുന്ന എല്ലാ വിവാഹ പർച്ചേസുകൾക്കും ഓരോ ഗോൾഡ് കോയിൻ സമ്മാനം. അതിവിപുലമായ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുമായി ചിന്നൂസ് ഗോൾഡൻ ലൈറ്റ് വെയ്റ്റ് ഫെസ്റ്റ്. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മാത്രം. കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഇളവ്. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, CSI കോംപ്ലക്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ, കൊല്ലം. കളിച്ചും ചിരിച്ചും കളിക്കൂട്ടം കങ്കേമമായി പെരിനാട് ചെറുമൂട് ഗ്രന്ഥകരളി ലൈബ്രറിയുടെ
ദ്വിദിന ബാലവേദി ക്യാമ്പ് കളിക്കൂട്ടം പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കളിയും ചിരിയും പരിശീലന കളരി ആർ തുളസി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന വിഷയത്തിൽ ശിവൻ വേളിക്കാട് ക്ലാസ് എടുത്തു. ബാലവേദി മെന്റർ ബി മോഹനചന്ദ്രൻപിള്ള, താലൂക്ക് യൂണിയൻ കൗൺസിലർ ജി ഉണ്ണികൃഷ്ണപിള്ള, ഫാത്തിഹ എസ്, വൈ ഷാജി, ഗിരിജ സുരേഷ്, ബി രേണുക, ആർ തുഷാര, അംബിയ കുമാരി അമ്മ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടിടാം തുമ്പി മുറിവിടാം തുമ്പി മുണ്ടും കൊണ്ട് ഈ വഴിയെ പോരാമോ, കല്ലടയാറ് കഴിഞ്ഞേ പാവു വള്ളക്കൂലി കൊടുത്തേ പാവു. മുണ്ടിടാം തുമ്പി മുറിവിടാം തുമ്പി മുണ്ടും കൊണ്ട് ഈ വഴി ഇരുന്നോ. മുണ്ടിടാം തുമ്പി മുറിവിടാം തുമ്പി മുണ്ടും കൊണ്ട് ഈ വഴിയെ പോരാമോ, കല്ലടയാറു കഴിഞ്ഞേ പാവു വള്ളക്കൂറുവിടാം തുമ്പി മുണ്ടും കൊണ്ട് ഈ വഴിയെ പോരാമോ, കല്ലടയാറു കഴിഞ്ഞേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാടിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാടിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ട് നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോക്കേ. അമ്മേ നാരായണ നാരായണ ദേവി നാരായണ അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1 9-8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 17 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. 6 മുതൽ തിരികെ വരെ. ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ സിനിമ തിരികെ കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്തത്. ആ സിനിമ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന, കേരളം അനുഭവിക്കുന്ന, ഇനിയും തടയിട്ടില്ലെങ്കിൽ സമീപഭാവിയിൽ ഒരു ഭ്രാന്താലയമായി അക്ഷരാർത്ഥത്തിൽ മാറുന്ന കേരളത്തിന്റെ ബാല്യങ്ങളെ, കൗമാരങ്ങളെ, നേരത്തെ നമ്മൾ യുവാക്കളെയും മുതിർന്നവരെയും ആണ് ബാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ബാല്യങ്ങളെയും കൗമാരങ്ങളെയും ലഹരി പിടിച്ചടക്കിയിരിക്കുന്നു. ലഹരി മാഫിയ അവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അതിനെ തടയിടാൻ നമുക്ക് ആർക്കും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എവിടെയും എപ്പോഴും നിങ്ങളുടെ വീട്ടിലും കയറി വരാം. നിങ്ങളുടെ ഒപ്പം ഉള്ള കുട്ടികളോ ബാക്കിയുള്ളവരോ ഇതിൻ്റെ അടിമകളാണോ എന്ന് പോലും അറിയാൻ വൈകുന്ന തരത്തിൽ ഉള്ള സങ്കീർണതകൾ നിറഞ്ഞ ഒരു ലഹരിയുടെ ലോകമാണ്. ഈ വിപത്തിനെതിരെ കേരളം ഒന്നായി ഇപ്പോൾ പടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയ കാലാൾപ്പടയായി ഞങ്ങളും ഒരു ലഹരി വിരുദ്ധ സിനിമയുമായി ഈ കേരളത്തിലെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാണ്. തിരികെ ഒരു ലഹരി വിരുദ്ധ സിനിമയാണ്. അത് പരമാവധി ആൾക്കാരിൽ എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് കാണുകയും അത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിൽ എഴുതുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ
നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലോ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.